നമസ്കാരം. മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു മുഖവുരയുടെ ആവശ്യമില്ലാത്ത താരമാണ് ശ്രീനിവാസൻ. എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾ ശ്രീനിവാസൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. സിനിമാ ലോകത്ത് ശ്രീനിവാസൻ നേടിയെടുത്ത നേട്ടങ്ങൾ ചെറുതായിരുന്നില്ല. നടനായും തിരക്കഥാകൃത്തായും പേരെടുത്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം. നായകനായും സഹനടനായുമെല്ലാം സിനിമകളിൽ ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുണ്ട്. 2025 വിടവാങ്ങിയപ്പോൾ മലയാളികൾക്ക് ഏറ്റവും വലിയ നഷ്ടമായി തോന്നിയത് ശ്രീനിവാസന്റെ വേർപാട് തന്നെയായിരുന്നു. രോഗശയ്യയിലായിരുന്നുവെങ്കിലും ഒന്നിനെയും കൂസാത്ത പ്രകൃതക്കാരനായതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട കലാകാരൻ അവയെല്ലാം അതിജീവിച്ച് തിരികെ വരുമെന്ന പ്രതീക്ഷ സിനിമാ പ്രേമികൾക്കുണ്ടായിരുന്നു. നല്ല നടൻ, നല്ല തിരക്കഥാകൃത്ത്, നല്ല സംവിധായകൻ, അതിനപ്പുറം നല്ലൊരു വ്യക്തിത്വം കൂടിയായിരുന്നു മലയാളികളുടെ ശ്രീനി. സിനിമാ ലോകം ഒന്നടങ്കം ശ്രീനിവാസന് യാത്രാമൊഴി നൽകാൻ എത്തിയിരുന്നു. ആശുപത്രിയിലും പൊതുദർശനത്തിന് വെച്ചപ്പോഴുമെല്ലാം സഹപ്രവർത്തകർ എത്തിയിരുന്നു. വീട്ടുമുറ്റത്തായിരുന്നു ശ്രീനിവാസൻ അന്ത്യവിശ്രമം ഒരുക്കിയത്. ജനപ്രവാഹമായിരുന്നു വീട്ടിലേക്ക് എത്തിയത്. അന്ത്യകർമ്മം ചെയ്യുമ്പോഴും ചടങ്ങുകളുടെ ഇടയിലെയും വൈകാരിക നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു. സങ്കടം അടക്കിപ്പിടിച്ച് നിൽക്കുകയായിരുന്ന വിനീതും ധ്യാനുമെല്ലാം. ഇടയ്ക്ക് വെച്ച് ഇരുവരും കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തിരുന്നു. അച്ഛൻ്റെ എല്ലാമായ കൂട്ടുകാരൻ സത്യൻ അന്തിക്കാടിനെ കണ്ടപ്പോഴും ഇരുവരും വിങ്ങിപ്പൊട്ടിയിരുന്നു. പതിറ്റാണ്ടുകളോളം മലയാള സിനിമാ മേഖലയിൽ നിറഞ്ഞു നിന്നിരുന്ന ശ്രീനിവാസനെ അവസാനമായി കാണാൻ വലിയ ഹൃദയഭാരത്തോടെയാണ് താരങ്ങൾ എല്ലാവരും വന്നത്. അതിൽ ശ്രീനിവാസന്റെ സുഹൃത്തുക്കളായ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ഉൾപ്പെടെയുള്ള നടന്മാരുണ്ടായിരുന്നു. മലയാള സിനിമയിൽ എഴുത്തിലൂടെ വിപ്ലവം സൃഷ്ടിച്ച ശ്രീനിവാസനെ അറിയിക്കുന്ന യാത്രയയപ്പാണ് സംസ്ഥാന സർക്കാരും സിനിമാ ലോകവും ചേർന്ന് നൽകിയത്. തമിഴ് സിനിമാ ലോകത്ത് നിന്നും നടൻ ആദരാഞ്ജലികൾ ഒഴുകിയെത്തി. അതേസമയം ഈ സംസ്കാര ചടങ്ങിനിടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ശ്രീനിവാസന്റെ ഉറ്റ സുഹൃത്തായ ജയറാമിന്റെയും ശ്രീനിവാസനൊപ്പം നിരവധി ചിത്രങ്ങളിൽ നായികയായിട്ടുള്ള ഉർവശിയുടെയും അസാന്നിധ്യമായിരുന്നു. ഇതിൽ ജയറാമിന്റെ അസാന്നിധ്യമാണ് ഏറെ വിമർശിക്കപ്പെട്ടത്. അന്ന് വലിയ സൈബർ ആക്രമണമാണ് ജയറാമിന്റെ കുടുംബം നേരിട്ടത്. തമിഴ്നാട്ടിൽ നിന്ന് സൂര്യയും പാർത്ഥിപനും ഉൾപ്പെടെ കാണാൻ എത്തിയിട്ടും ജയറാം മാത്രം വരാത്തതിൽ ആരാധകർക്കിടയിൽ കടുത്ത അമർഷം ഉയർന്നിരുന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ സൈബർ ആക്രമണത്തിനും കാരണമായി. മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ പോലെ തന്നെ ഹിറ്റായിരുന്നു ശ്രീനിവാസനും ജയറാമും ഒന്നിച്ച് അഭിനയിച്ച സിനിമകളും. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ജയറാമിന്റെ അസാന്നിധ്യം വലിയ ചർച്ചയാവുകയും ചെയ്തു. ഇപ്പോഴത്തെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എന്തുകൊണ്ടാണ് താനും ജയറാമും ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങിന് പോകാത്തതെന്ന് വിശദീകരിക്കുകയാണ് ഉർവശി. ഉർവശിയുടെ വാക്കുകൾ ഇങ്ങനെ: ഞാനും ജയറാമും ശ്രീനിവാസന്റെ മരണത്തിന് പോകാത്തതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഞങ്ങൾ പാണ്ഡ്യരാജന്റെ പടത്തിൽ പെട്ടുപോയി. വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. വിട്ടിട്ട് പോന്നാൽ ആ പടം പകുതിക്ക് വെച്ച് നിന്ന് പോകും. പകുതിക്ക് നിന്ന് പോയാൽ വലിയ നഷ്ടത്തിലേക്ക് ആ പ്രൊഡ്യൂസറെയും സംവിധായകനെയും തള്ളിവിടേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. ഇല്ലെങ്കിൽ ആദ്യം ഓടിയെത്തുന്ന ആളായിരിക്കും ഞാൻ. പിന്നെ അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. അത് ശ്രീനിയേട്ടനും അറിയാം, ആ കുടുംബത്തിനും അറിയാം. ജയറാമിന് പോകാൻ പറ്റാത്തതിന്റെ കാരണം വ്യക്തമായി എനിക്കറിയാം. ഞങ്ങൾ രണ്ടുപേരും ആ സിനിമയിൽ പെട്ടുപോയതാണ്. അല്ലെങ്കിൽ ജയറാം വരാതിരിക്കുമോ? ധ്യാൻ ഒരുപാട് കളിയാക്കുന്ന ആളാണെങ്കിലും മനസ്സ് കുട്ടികളുടേതാണ്. ശ്രീനിയേട്ടന്റെ മരണത്തിൽ ഏറ്റവും കൂടുതൽ പൊട്ടിപ്പോയത് അവനാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ് ശ്രീനിവാസൻ. സിനിമയ്ക്ക് സൗന്ദര്യത്തിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് തെളിയിച്ച നടനാണ് അദ്ദേഹം. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ എടുക്കുക എന്നത് വലിയ സംഭവമാണ്. ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഉർവശിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതേസമയം തന്നെ ശ്രീനിവാസന്റെ അപ്രതീക്ഷിത വിയോഗം സഹപ്രവർത്തകരെ എല്ലാം വേദനയിൽ ആഴ്ത്തുന്ന ഒന്ന് തന്നെയായിരുന്നു. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അദ്ദേഹത്തെ അവസാനമായി കാണാൻ മിക്കവരും എത്തിയിരുന്നു. ശ്രീനിവാസനെ കുറിച്ച് സംസാരിക്കുന്നിടയിൽ പലരും വികാരഭരിതരാവുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. സംസാരം മുഴുമിപ്പിക്കാനാവാതെ മാറിപ്പോയവരും ഉണ്ടായിരുന്നു. വന്നവരെക്കുറിച്ചും വരാത്തവരെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നടക്കുകയായിരുന്നു. ശ്രീനിയേട്ടനുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നിട്ടും ജയറാം എന്താണ് വരാതിരുന്നതെന്നാണ് ചോദ്യങ്ങൾ ഏറ്റവും ഉയർന്നത്. മാറ്റിവെക്കാനും പറ്റാത്തത്ര എന്ത് തിരക്കാണോ അദ്ദേഹത്തിന് എന്നായിരുന്നു വിമർശനങ്ങൾ. പാർത്ഥിപനും സൂര്യയും അടക്കം തമിഴകത്ത് നിന്ന് വരെ താരങ്ങൾ എത്തിയതും ചർച്ചയായി. കല്യാണങ്ങൾക്ക് മാത്രമേ പോവുള്ളൂ എന്ന് തോന്നുന്നു. ഇതെന്തൊരു കുടുംബമാണ് തുടങ്ങി ജയറാമിനും കുടുംബത്തിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളായിരുന്നു ഉയർന്നത്. കാര്യങ്ങൾ അറിയാതെയാണ് പലരും വിമർശിക്കുന്നത്. മാറ്റിവെക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും അദ്ദേഹത്തിന്. അല്ലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട ശ്രീനിയെ കാണാനും കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനും അദ്ദേഹം എത്തിയേനെ എന്നായിരുന്നു ആരാധകർ പറഞ്ഞത്. സംഭവം വലിയ രീതിയിൽ ചർച്ചയായതോടെ ജയറാമും പ്രതികരിച്ചെത്തിയിരുന്നു. ഇവിടെ ഈ ഷൂട്ടിംഗ് നടക്കുന്നതിനാലാണ് എനിക്ക് പോകാൻ പറ്റാത്തതെന്ന് അന്ന് ജയറാം വെളിപ്പെടുത്തി. ചെന്നൈയിലായിരുന്നതിനാൽ ഈ ഷൂട്ട് നിർത്തി പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അല്ലെങ്കിൽ തീർച്ചയായും ഞാൻ പോയേനെ. മനസ്സുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ. സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും സങ്കടമാണെന്നുമായിരുന്നു ജയറാം പറഞ്ഞത്. 24 മണിക്കൂറും ഷൂട്ടിംഗ് ഉണ്ടാവില്ലല്ലോ. വിചാരിച്ചാൽ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് പിടിക്കാമായിരുന്നു. വരണമെന്ന് തീരുമാനിച്ചാൽ വരാൻ പറ്റുമായിരുന്നു. പാർത്ഥിപൻ എങ്ങനെയാണ് വന്നതെന്ന് കണ്ടുപഠിക്കും. നന്ദി കെട്ടവൻ എന്ന പ്രയോഗം നേരത്തെ കേട്ടിരുന്നു. അത് ശരിയാണെന്ന് വ്യക്തമായി. അടുത്ത ബന്ധുക്കൾ ആരെങ്കിലുമാണ് മരിച്ചതെങ്കിൽ ഷൂട്ടിംഗ് നിർത്തി താങ്കൾ വരില്ലായിരുന്നു. മോഹൻലാലും മമ്മൂട്ടിക്കും തിരക്കില്ലാഞ്ഞിട്ടാണോ അവരൊക്കെ വന്നത്? അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇതുവരെയായിട്ടും ഒരു മരിച്ച വീട്ടിലും അദ്ദേഹം പോയിട്ടില്ല തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു
ജയറാമിന്റെ ഈ വീഡിയോയ്ക്ക് താഴെയും വന്നത്. അതേസമയം ശ്രീനിവാസിന്റെ മരണശേഷം നടൻ ജയറാമിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് നടക്കുന്നത്. മെഗാസ്റ്റാർസ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പോലും എത്തി ശ്രീനിയെ ഒരു നോക്ക് കാണാൻ. എന്നാൽ നിരവധി ചിത്രങ്ങളിൽ ഹിറ്റ് കോംബോ നൽകിയ ജയറാം എന്തുകൊണ്ട് എത്തിയില്ല എന്നതാണ് പലരെയും ചൊടിപ്പിച്ചത്, അല്ലെങ്കിൽ വേദനിപ്പിച്ചത്. ഇങ്ങനെ ഒരു തറ കുടുംബത്തെ കണ്ടിട്ടില്ല. കൂടെ അഭിനയിച്ച സഹപ്രവർത്തകർ മരിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത എന്ത് തിരക്കാണ് ഇയാൾക്കുള്ളത്. വന്ന വഴി മറക്കരുത് ഒരിക്കലും എന്നായിരുന്നു ഒരു പോസ്റ്റ്. ജയറാമിന്റെ ഫാമിലി ഫോട്ടോയും ചേർത്താണ് കുറിപ്പ് പ്രചരിച്ചത്. മഞ്ജു വാര്യർ, ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ ഇവരൊന്നും ശ്രീനിവാസിനെ അവസാനമായി കാണാൻ എത്തിയില്ല എന്നുള്ള വിമർശനങ്ങളും പ്രചരിക്കുന്നുണ്ട്. അവർ അവിടെ പോവാതിരുന്നതിന്റെ കാരണം അറിയാത്തിടത്തോളം കാലം അതേക്കുറിച്ച് മിണ്ടാതിരിക്കുക. യഥാർത്ഥ കാരണം അറിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന വിമർശനങ്ങളും വിവാദങ്ങളും ഇല്ലാതെയാവുമോ? താരങ്ങളെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പണിക്കും പോവാതിരിക്കുന്നവരാണ് ഇത്തരത്തിൽ അനാവശ്യ ചർച്ചകൾ നടത്തുന്നതെന്നും അന്ന് വിമർശനം തിരിച്ചും കിട്ടിയിരുന്നു. ജയറാമിനെ വിമർശിക്കാനുള്ള യോഗ്യത ഇവരിൽ എത്ര പേർക്കുണ്ട്? വിനീതനും ധ്യാനും ഇല്ലാത്ത പ്രശ്നം ഇവർക്ക് ആർക്കാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ജയറാമിനെയും മറ്റുള്ളവരെയും അനുകൂലിച്ച് എത്തിയിരുന്നു. എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതിന്റെ കാരണം തികച്ചും വ്യക്തിപരമാണ്. വരാതെ ഇരുന്നതിന്റെ കാരണം അവർ പരസ്യമാക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ മരണക്കിടക്കയിലോ ഫ്രീസറിലോ കാണാൻ ഉണ്ടാവില്ലേ? സിനിമയിൽ കാണുന്നത് മാത്രമല്ല, അവരും മനുഷ്യരാണ്. ഒരാവശ്യവുമില്ലാതെ എന്തിനാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നത് എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. എത്ര തിരക്കിലാണെങ്കിലും അനുശോചനമെങ്കിലും അറിയിക്കാമായിരുന്നു. ഈ കമന്റ് ഇടുന്നവർക്ക് ജയറാമിനെയോ അദ്ദേഹത്തിന്റെ സ്വഭാവമോ അറിയാമോ? ഇല്ലല്ലോ. അതിനാൽ മിണ്ടാതിരിക്കുക എന്നേ പറയാനുള്ളൂ. എന്തെങ്കിലും പ്രശ്നം കാണും എന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത്. അദ്ദേഹം ആശുപത്രിയിലാണെന്നായിരുന്നു മറ്റൊരാൾ പറഞ്ഞത്. അദ്ദേഹം വിദേശത്താണെന്നുള്ള കമന്റുകളും കണ്ടിരുന്നു. കല്യാണമായാലും മരണമായാലും പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതാത് വ്യക്തികളാണ്. വന്നില്ലെന്ന് പറഞ്ഞ് ഒരു കാര്യത്തിലും ഒരാളെയും ക്രൂശിക്കരുത്. അടുത്ത നിമിഷത്തിൽ എന്ത് എന്നത് നമുക്ക് ആർക്കും അറിയാത്ത കാര്യമാണ്. ശ്രീനിവാസിനെ പോലെ ഒരാൾ പറഞ്ഞു വെച്ചതും ചെയ്തു പോയതുമായ കാര്യങ്ങൾക്കിടയിൽ ഇതൊക്കെ അനാവശ്യ വിവാദങ്ങളാണെന്ന് ചൂണ്ടിക്കാണിച്ചവരും ഉണ്ടായിരുന്നു. അതേസമയം കമൽഹാസൻ, രജനീകാന്ത് എന്നിവർ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ നേർന്നിരുന്നു.